ഹലോ വെൽക്കം ടു ജോബ് അപ്ഡേറ്റ്സ്. അങ്ങനെ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് നിയമനം വന്നിരിക്കുകയാണ് 2025. ആപ്ലിക്കേഷൻ ആകെ മൊത്തം 83 വേക്കൻസീസ് അക്രോസ് ആൾ ഓവർ ഇന്ത്യ. ഒരു പാൻ ഇന്ത്യൻ വേക്കൻസി തന്നെയാണ്. ഫയർ സർവീസിലേക്കും ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് വകുപ്പിലേക്കും ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് തീർത്തും ഓൺലൈനാണ്. ത്രൂ ഇവരുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നമ്മൾ അപ്ലൈ ചെയ്താൽ മതിയാവും. ആപ്ലിക്കേഷൻ വിൻഡോ കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി 17 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ മാസം മാർച്ച് 18 വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ജൂനിയർ എക്സിക്യൂട്ടീവ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഓർഗനൈസേഷൻ നെയിം എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ജോബ് കാറ്റഗറി ഗവൺമെൻറ് PSU, റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, പോസ്റ്റ് നെയിംസ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ്, ഹ്യൂമൻ റിസോഴ്സസ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ 3 തസ്തികകളിലേക്കാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ആകെ മൊത്തം 83 വേക്കൻസി. ഫയർ സർവീസിൽ 13 സീറ്റും, HR ഹ്യൂമൻ റിസോഴ്സിൽ 66 വേക്കൻസിയും, ഒഫീഷ്യൽ ലാംഗ്വേജിൽ ആകെ 4 ഒഴിവുമാണുള്ളത്. ജോബ് ലൊക്കേഷൻ പാൻ ഇന്ത്യയാണ്. സാലറി ബിറ്റ്വീൻ 40,000 to 1,40,000 വരെ ലഭിക്കുന്നതായിരിക്കും. അപ്ലൈ മോഡ് ഓൺലൈൻ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 18/3/2025, അതായത് ഈ വരുന്ന മാർച്ച് 18. ഇനി 1.5 ആഴ്ച കൂടെ ഉള്ളൂ. ഇനി എൻ്റെ വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ, ആകെ 83 വേക്കൻസി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജൂനിയർ എക്സിക്യൂട്ടീവിന് ഫയർ സർവീസിന് ആകെ 13 വേക്കൻസിയും, ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സിന് 66 വേക്കൻസിയും, ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജ് വകുപ്പിന് 4 വേക്കൻസിയുമാണ്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം ഏജ് ലിമിറ്റ് 27 ആണ്. ആസ് ഓൺ 18/3/2025 ഇത് അപ്ലൈ ചെയ്യുന്ന ദിവസം അപ് ടു 27 ഇയേഴ്സ് ആയിരിക്കും നമ്മുടെ മാക്സിമം ഏജ് എന്ന് പറയുന്നത്. SC/STക്ക് 5 വർഷത്തെ റിലാക്സേഷനും, OBC നോൺ ക്രിമി ലെയറിന് 3 വർഷത്തെ റിലാക്സേഷനും, PWBD 10 വർഷത്തെ റിലാക്സേഷനും ലഭിക്കുന്നതായിരിക്കും. ഇനി എക്സ് സർവീസ്മെൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് റൂൾസ് പ്രകാരമായിരിക്കും. ഗവൺമെൻറ് ജോബായിരുന്നു, പിന്നെ റിട്ടയർഡ് ആയ ആൾക്കാർക്ക്. പിന്നെ ഇതിൻ്റെ ഒരു സാലറി ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ, ബിറ്റ്വീൻ 40,000 to 1,40,000 വരെ നമുക്ക് സെലക്റ്റായ ഓരോ തസ്തികയ്ക്കും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു ബേസിക് പേയും പിന്നെ അലവൻസ്, ഡിയർനെസ് അലവൻസ്, പെർക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 35% ഓഫ് ബേസിക് പേ, HR ആൻഡ് അതർ ബെനിഫിറ്റ്സ്. അതുകൊണ്ട് തന്നെ ഒട്ടും മടിക്കാതെ താല്പര്യമുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഇന്ന് മുതൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കിടക്കുകയാണെങ്കിൽ, ഫയർ സർവീസിന് നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് വേണം, അതായത് BTech വേണം. അത് മെക്കാനിക്കലായാലും സിവിലായാലും ഓട്ടോമൊബൈലായാലും, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫയർ, BTech ഇൻ ഫയർ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. പിന്നെ ഹ്യൂമൻ റിസോഴ്സിലേക്കാണെങ്കിൽ നമുക്കൊരു ഗ്രാജുവേഷൻ മസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും വേണം. അതല്ലെങ്കിൽ ഈക്വലൻ്റായിട്ട് തത്തുല്യമായ യോഗ്യത കരസ്ഥമാക്കേണ്ടതാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഫീസും ഒഫീഷ്യൽ ലാംഗ്വേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. ഭാഷയിൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം. പിന്നെ ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, അവരുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറി ജോയിൻ ചെയ്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കരിയർ ടാബിൽ പോയി ആവശ്യമായ ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്തതിന് ശേഷം നമ്മളുടെ ഒരു സ്കാൻഡ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക. സിഗ്നേച്ചറും ഒരു സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് അവർ പറയുന്ന ഒരു 1,000 rupees നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് കാണിക്കും. സോ ട്രൈ ഇറ്റ്, സബ്മിറ്റ് ചെയ്യുക അത്.